ഞാൻ ഷുക്കൂർ തരുവണ. എസ് വിഷൻ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മെക്സിക്കോ, കാനഡ, അമേരിക്ക തുടങ്ങിയ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ കാൽപന്തുത്സവത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംസാരിക്കുന്നത് മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റിയാണ്. അറ്റ്ലാന്റിക് കടലിനോടും മെഡിറ്ററേനിയൻ കടലിനോടും അതിർത്തി പങ്കിടുന്ന വടക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ രാജ്യമാണ് മൊറോക്കോ. സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും അധീനതയിൽ അവരുടെ കോളനിയായി ഒരുപാട് കാലം നിലനിന്നിരുന്നു. 1956 മൊറോക്കോ സ്വാതന്ത്ര്യം നേടിയത്. മുഹമ്മദ് അഞ്ചാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് സ്വാതന്ത്ര്യാനന്തര മൊറോക്കോയുടെ രാജാവായി മാറിയത്. അവിടെ ഒരു രാജ ഭരണമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഭരണഘടനയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റും ഉള്ള ഒരു രാജ്യമാണ് മൊറോക്കോ. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ വിജയിച്ചു വരുന്ന പാർട്ടിയിൽ നിന്നും ആ പാർട്ടി ആവശ്യപ്പെടുന്ന വ്യക്തിയെ രാജാവാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെയൊക്കെ അന്തിമമായിട്ടുള്ള വിധിയും അധികാരവും ഒക്കെ, സൈനികമായ അധികാരവും ഒക്കെ രാജാവിൽ നിക്ഷിപ്തമാണ്. 1956 മൊറോക്കോ ഫ്രാൻസിൽ നിന്നും സ്പെയിനിൽ നിന്നും അവരുടെ കോളനിയായിരുന്ന മൊറോക്കോ സ്വാതന്ത്ര്യം നേടുകയും മുഹമ്മദ് അഞ്ചാമൻ അധികാരത്തിൽ വരികയും ചെയ്തു. മൊറോക്കോയുടെ ആദ്യത്തെ ഇസ്ലാമിക ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇദ്രീസ് രാജവംശമായിരുന്നു. ഇന്ന് മൊറോക്കോ ഭരിക്കുന്നത് അലോവി രാജവംശമാണ്. നിലവിൽ മുഹമ്മദ് ആറാമൻ എന്ന് പറയുന്ന രാജാവ് അലോവി രാജവംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മൊറോക്കോയുടെ ഭരണം നടക്കുന്നത്. റബാത്ത് എന്ന് പറയുന്നതാണ് മൊറോക്കോയുടെ തലസ്ഥാനം. ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് കസബ്ലങ്ക എന്ന് പറയുന്നതാണ്. ആ മൊറോക്കോയുടെ ഏറ്റവും വലിയ നഗരവും അവരുടെ നാഗരികതയും അവരുടെ സാമ്പത്തികവും വ്യാവസായികവുമായ കേന്ദ്രവും ഒക്കെ മൊറോക്കോയുടെ കസബ്ലങ്ക എന്ന് പറയുന്ന സ്ഥലമാണ്. 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിൽ സെമി ഫൈനൽ മത്സരത്തിൽ എത്തുകയും ലോകകപ്പ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ അറബ് ആഫ്രിക്കൻ രാജ്യമായി മൊറോക്കോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചരിത്രത്തിൽ തങ്കലിപിയാൽ ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2026 എത്തുമ്പോൾ അവർ ആദ്യഘട്ടം പിന്നിട്ട് 2ാം ഘട്ടത്തിലേക്ക് മത്സരം നടന്നു. ആ 2ാം ഘട്ടവും പിന്നിട്ട് 3ാം ഘട്ടത്തിലേക്ക് മൊറോക്കോ എത്തിയിരിക്കുകയാണ്. ജനിച്ചു വളർന്ന, നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിന് സാധിച്ചില്ല എന്നുള്ളത് നിർഭാഗ്യവശാൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇനിയുള്ള ലോകകപ്പിലെങ്കിലും അങ്ങനെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേസമയം ഇന്ത്യയിലെ കൃസംഗികളും സംഘികളും അതോടൊപ്പം തന്നെ തീവ്ര ദേശീയവാദികളും കപട ദേശീയവാദികളും ഒക്കെ മൊറോക്കോയെ പോലുള്ള രാഷ്ട്രങ്ങൾ വളരെ പരിമിതമായ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകതലങ്ങളിൽ ഈ മേഖലകളിലൊക്കെ അറിയപ്പെടുമ്പോൾ അവരെ ചെറുതാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ചെറ്റത്തരം അല്ലെങ്കിൽ അല്പത്തരം തികച്ചും ദയനീയമായ, വിമർശിക്കപ്പെടേണ്ട, തിരുത്തപ്പെടേണ്ട ഒന്നാണ് എന്നാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ പറഞ്ഞു വെക്കുന്നതിന്റെ ചുരുക്കം. ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കോ ഫുട്ബോളിന്റെ വളർച്ചയിൽ ഏറ്റവും ഉത്തുംഗതിയിൽ നിൽക്കുകയാണ്. മുഹമ്മദ് ആറാമൻ എന്ന് പറയുന്ന രാജാവാണ് ഇന്ന് അവിടെ രാജ്യഭരണം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു അക്കാദമി ആരംഭിച്ചുകൊണ്ട് വളരെ കൃത്യമായി ശാസ്ത്രീയമായ പരിശീലനം അവിടെയുള്ള കളിക്കാർക്ക് നൽകിക്കൊണ്ട് 2022 അവർ സെമി ഫൈനലിസ്റ്റുകളായി ലോകത്ത് തല ഉയർത്തി നിന്നു. ഇനി 2026 അവർ 3ാം റൗണ്ടിലേക്ക് എത്തി. 2030 നടക്കുന്ന ലോക ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത് സ്പെയിനും ഫ്രാൻസും മൊറോക്കോയുമാണ്. അപ്പോൾ നമുക്ക് മൊറോക്കോ കാണാൻ സാധിക്കും. മൊറോക്കോ വളരെ മനോഹരമായ രാജ്യമാണ്. മൊറോക്കോ 3ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവർ സുജൂദ് ചെയ്യുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ സ്വന്തം ഉമ്മയെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഭാര്യയെയോ ഒക്കെ ബഹുമാനിക്കുകയും അവരുടെ ആഹ്ലാദം പങ്കിടുകയും ചെയ്യുമ്പോൾ അവരൊരു മുസ്ലിമായി പോയി എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ ആ മൊറോക്കോയെ ഒരു തീവ്രവാദ രാഷ്ട്രമായും തീവ്രവാദികളായും ഒക്കെ ചിത്രീകരിക്കുന്ന സംഘികൾ അതോടൊപ്പം തന്നെ കപട ദേശീയവാദികളൊക്കെ അത് തിരുത്തുകയും
ഒരു രാജ്യത്തിന്റെ വളർച്ച എങ്ങനെയാണെന്ന് കണ്ട് ചരിത്രം പഠിച്ചുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയെ മികവുറ്റ ഒരു രാജ്യമാക്കി നല്ല ചുണക്കുട്ടികളായ കളിക്കാരെ കൊണ്ടുവന്നുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിലെങ്കിലും യോഗ്യത നേടാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തയും വളരെ ആരോഗ്യകരമായ ചർച്ചയും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമാണ് നിങ്ങളുടെയും എല്ലാവരുടെയും ഭാഗത്ത്, ഇന്ത്യ രാജ്യത്തെ, ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മൊറോക്കോ ഫുട്ബോൾ സൗന്ദര്യം കാണിക്കുമ്പോൾ മൊറോക്കോയുടെ ആ കാൽപന്ത് സൗന്ദര്യത്തെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.